ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തീർത്ഥയാത്ര. മന്നവ മാധവൻ ദ്വാരകാമന്ദിരേ തന്നുട മാതൃ പിതൃകളത്രാദിയും സർവസമ്പത് സമൃദ്ധീകൃതമായിക്കൊണ്ടു സർവേശ്വരൻ വസിച്ചിടുന്ന കാലത്തു സർവദോഷാപഹമെത്രയും പുണ്യമായി ഉർവിയിലന്നു സൂര്യോപരാഗമതും ഉണ്ടായി വരികയാൽ സർവജനങ്ങളും കൊണ്ടാടും പുണ്യപ്രദേശം മഹാതീർത്ഥം. നല്ല സമന്താദി പഞ്ചകം പുക്കിതു ചൊല്ലുവൻ കേൾ സമന്ത പഞ്ചകോദ്ഭവം. മുന്നം ഭൃഗുകുലം തന്നിൽ മഹാബലൻ വന്നു പിറന്നു പരശുധരനിഹ. കൊന്നിതു മൂവേഴുവട്ടം നൃപകുലം അന്നു തദ്രക്തജലത്തിനാൽ തീർത്തിതു വന്ദിതമജുഘ്രതമതിൽ. രാമനും തന്നുട മാനസവൈരമകറ്റുവാൻ നന്നായതിൽ കുളിച്ചാശു താൽപര്യമായി. നാനാ മുനിസുരന്മാർക്കും പിതൃക്കൾക്കും സർവൈക സമ്മതം തർപ്പണം ചെയ്തിതു. ഭൂപരന്മാരെ കൊല ചെയ്ത കൽമഷം തീരുവാനായിട്ടു യജ്ഞങ്ങളും ചെയ്തു. പാരമഘം കളഞ്ഞങ്ങനെ തുഷ്ടനായി ഇങ്ങനെയുള്ള തീർത്ഥങ്ങളതാകെയും മംഗലരാമൻ ജഗൽപതി തന്നുടെ നിർമ്മിതമത്തീർത്ഥമാകയാലും ഭുവി നിർമ്മല തീർത്ഥങ്ങളിലിതു മുഖ്യമാം. ഇത്തരമോർത്തു സമസ്ത ജനങ്ങളും ചിത്തമോദാൽ ഭക്തി കൈക്കൊണ്ടു മുന്നമേ സൂര്യോപരാഗം കരുതി സമന്തപൂർവാര്യമാം പഞ്ചക തീർത്ഥമാടിയിടുവാൻ കാത്തിരിക്കുന്ന സകലൊരു മന്നാളിൽ ചിത്തമോദേന വന്നെത്തിത്തുടങ്ങിനാർ. നാനാമുനികളും വിപ്രരും സന്യാസി മാനവവീരരും ദ്രോണർ ഭീഷ്മാദിയും കൗരവന്മാരും യദുവരന്മാരുമായി പാരാദകൃഷ്ണനും പാണ്ഡവവീരരും മാധവപത്നിമാർ തത്സഖീ വൃന്ദവും മാധവതാത സഹോദരി പാഞ്ചാലി ഗാന്ധാരിയും അവർ സംബന്ധിവർഗവും ബാന്ധവമോടു മറ്റുള്ള നൃപാങ്കനമാരും ധരണീസുര സ്ത്രീ ജനങ്ങളും പാരമാനന്ദേന ഗോപാല ഗോകുല നാനാജനങ്ങൾ ശകടരഥത്തിലും ആന കുതിരയാന്തോളത്തിലേറിയും വൈശ്യശൂദ്രാദി സമസ്തവർഗങ്ങളും വിശ്വൈകസമ്മതം തീർത്ഥാന്തികം ബുക്കു വേണ്ടും ധനങ്ങളെടുപ്പിച്ചു മോദേന വേണ്ടുന്ന ഭൂഷണമെല്ലാം അണിഞ്ഞിട്ടു നാനാരസമേള കോലാഹലത്തൊടും ആനന്ദമോടു പരക്ക നിറഞ്ഞിതു. ദേവകൾ ദേവാംഗനമാരുമായി ചന്നേവരും അമ്പരെ വാണിതു മോദേന. സർവരുമപ്പോൾ ഭൃഗുവര തീർത്ഥത്തിൽ സർവദോഷാപഹം സ്നാനവും ചെയ്തഥ നന്നായുപവാസവും ചെയ്തു സർവരും വന്ദിച്ചവരവർക്കാം വണ്ണമായുള്ള ദാനങ്ങൾ ചെയ്തു. ഭൂസുരന്മാർക്കവർക്കാനന്ദമോടെ ചെയ്യുന്നു ചിലർ ദാനം. വിത്തമനവധി രത്നമനവധി ചിത്തശുദ്ധ്യാ പശുവാരണാശ്വങ്ങളും വസ്ത്രത്തിലാദി സകല ദാനങ്ങളും
അത്രയോരോ തരം ചെയ്ത ഘശോഷണം ചെയ്തവർ പിന്നെ ഭജിച്ചു സകലരും മോദിച്ചു തന്നുട ബന്ധുക്കളെ കണ്ടാർ. ഏറിയ കാലമായി കാണാതിരിക്കയാൽ ഏറിയ മോദാൽ പുണർന്നതി മോദമോടശ്രുക്കൾ വീഴ്ത്തി കുശലങ്ങൾ ആദിയെ കണ്ട നാളദ്ദിനമന്ദമായി ചെയ്തു വസിക്കുന്ന നേരത്ത് കുന്തിയും പെയ്ത മോദേന വസുദേവയാദവം കണ്ടു വൃത്താന്തം പറഞ്ഞിതം ചൊല്ലിനാൾ. ഉത്തമനാം നീ മമസുതന്മാരെയും ഉൾത്താരിലെന്നെയും ഓരാതെ പോയിത്തോ നിൻ സഹജ സുതപൗത്രാദികളോടു നൽസുഖത്തോടും വസിക്കുന്നതില്ലയോ. സോദരി തന്നെ പിതൃജനമാദിയായി സാദരം നിർഭാഗ്യകാലേ മറക്കുമോ. ഇത്തരം കുന്തി പറഞ്ഞതു കേട്ടൊരു ബുദ്ധിമാനായ വസുദേവരന്നേരം അശ്രുകണങ്ങളും വാർത്തു പറഞ്ഞിതു അശ്രാന്ത ഖേദമരുതു നിൻ മാനസേ. എന്നുട സോദരിയാര്യയാകും നിന്നെ എന്നുമേ ഞാൻ മറന്നിടുകയില്ലല്ലോ. പാരുഷ്യമെന്നിൽ നിനക്കു ഭവിക്കൊല ചാരുശീലേ വിധി കൽപ്പിതമൊക്കെയും എന്നു പറഞ്ഞു വസുദേവർ. കുന്തി തൻ ഖിന്നഭാവം കളഞ്ഞുള്ളം തെളിയിച്ചു പിന്നെ യദുജന കൗരവന്മാരെയും സാദരം പൂജിച്ചു സല്ലാപവും ചെയ്തു. ചെന്താമരാക്ഷനോടൊന്നിച്ചു സൗഖ്യമായി സന്തതം വാഴുന്ന യാദവ വീരരെ സർവജനങ്ങളുമേറ്റം പുകഴ്ത്തിനാർ. സമ്മോദമോടധ നന്ദനുമന്നേരം വന്നൊരാനന്ദേന വേഗാല്യദുക്കളെ ചെന്നു കണ്ടു. വസുദേവനതു നേരം ആമോദമോടു തന്നാത്മസമനായ നന്ദനെ ചെന്നു പുൽകിടിനാനാസ്തയാ. രാമനും കൃഷ്ണനുമേറ്റമാനന്ദേന സാമോദമായി വന്ദിച്ചിതു നന്ദനെ. അപ്പോഴേ നന്ദനും നന്ദനന്മാരെയും ഉൾപ്പുളുകാങ്കേനയാശ്ലേഷവും ചെയ്തു. തൻ്റെ മടിയതിൽ വെച്ചോരനന്തരം തൻ്റെ ജനനിയെ വന്ദിച്ചു വൈകാതെ നന്ദനന്മാരെ യശോദയും പുൽകിനാൾ. അപ്പോൾ യദുകുലനാരീജനങ്ങളും ഉൾപ്രേമമോടെ യശോദയെ തൽക്ഷണം സൽക്കരിച്ചാശു കുശലം വിചാരിച്ചു. തൽക്ഷണമങ്ങനെ രോഹിണിയാദികൾ സാരസനേത്രൻ കഥകളോരോ തരം പാരമാനന്ദേന ചൊല്ലി വാസുദേവർ. നന്ദനുമൊന്തിച്ചു വണാരതങ്ങനെ പിന്നെ ഹൃദയത്തിലേറിയ ശോകേന മുന്നം പിരിഞ്ഞുള്ള ഗോപികമാരവർ തന്നുള്ളിലുള്ള മോദക്ലേശ വിഭ്രമാൽ ചെന്താമരാക്ഷൻ മുഖാംബുജവും പാർത്തു സന്തോഷമോടു നേത്രാംബു തൂകിക്കൊണ്ടു നിന്നാരതു കണ്ടു ഭക്താർത്തിനാശനൻ ചെന്നിതു ഗോപികമാരുടെ സന്നിധൗ. വന്ദനീയൻ മോദഹാസ സംയുക്തനായി നല്ല കുശലമവരോടു ചൊല്ലിനാൻ. മല്ലാരി പിന്നെ വിജനവനാന്തരെ പുണ്യമിയെന്നുള്ള തൻ്റെ തരുണിമാർ തന്നെ മോദേന പുണർന്നു ജനാർദ്ദനൻ. അപ്പോൾ അവർകളും മാധവ സംഗേന സൽപ്രഭാവാനന്ദ സിദ്ധൗ മുഴുകിനാർ. പാപാപഹാരി തന്നോടു പിരിഞ്ഞൊരു താപവും ഗോപിമാർക്കൊക്കെ കളഞ്ഞഥ മാനസകാരുണ്യമോടു മുകുന്ദനും മാനിനിമാർക്കു ജ്ഞാനോപദേശം ചെയ്തു. നാനാപ്രപഞ്ചങ്ങൾ നിഷ്പ്രപഞ്ചമതു നാനാവചനവാക്യാർത്ഥ സമസ്തവും വാഗ്മനഃകായനിനവും മറപ്പതും നിർമ്മല ബ്രഹ്മമൊന്നെന്നറിഞ്ഞിടുവിൻ. ഇക്കണ്ട ലോകാദി സർവവും നിങ്ങളും ഇക്കണ്ട ഞാനും പരബ്രഹ്മബോധമാം. വേറെയൊരു വസ്തുവില്ല സർവജ്ഞാന വേറെയൊരു വസ്തുവില്ല സർവജ്ഞാനപൂരിതമല്ലോ ഹൃദയേ നിനപ്പവ. തോന്നും നിനവുകൾ സർവവും ചിന്മാത്രം തോന്നുകയില്ലെന്നതും ചിത്തിനാൽ തന്നെ. ആകയാൽ ചിന്മയമൊന്നതല്ലാതെ ഇല്ലായതുകൊണ്ടതിനന്യമുദിയാതെ
താനായി തന്നെയുമോരാതെ നിന്നിടും ആനന്ദമാം പരബ്രഹ്മമാകുന്നു ഞാൻ. ആയതുകൊണ്ടു സമസ്തത്തിലുമഹമായതുകൊണ്ടു ഞാനാകുന്നു നിങ്ങളും. സർവവും ഞാൻ സമസ്തങ്ങളും എന്നിലും. ഏവമെന്നാൽ മഹാകാശേ സമസ്തവും മേവുന്നു. വ്യോമമെല്ലാറ്റിലും പൂർണ്ണമായി മേവുന്നതോർത്താൽ സമസ്തമാകാശമഹം. വ്യോമത്തെ ഓരോ വിധം ഭൂതമാതിയായി നാമം പറയുന്ന പോലെ എന്നിലഹം. ലോകങ്ങൾ നാനാ പ്രപഞ്ചനാമങ്ങളും ഒക്കവേ സ്ഥാണു പുരുഷവൽക്കൽപ്പിതം. കൽപ്പിത വാക്കുകൾ ശബ്ദമാത്രം തന്നെ, അല്പവും വേറില്ല, സർവം പരബ്രഹ്മം. ദേഹാദിലോകമാകുന്നതും ഞാൻ തന്നെ, ദേഹലോകമല്ലാത്തതും ഞാനല്ലോ. ആകയാൽ നിങ്ങളും ഞാനും ഒരിക്കലും ഏകമല്ലാതെ വേർപാടില്ലറിഞ്ഞാലും. ചിത്തേ നിനപ്പതെല്ലാമേ ഞാനാകയാൽ ചിത്തേ ഒരിക്കലിന്നെന്നെ സ്മരിപ്പവർക്കെന്നെയല്ലാതെ സ്മരിപ്പാനിടമില്ല എന്നതു കൊണ്ടവരെന്നോടു ചേരുന്നു. തന്നെ മറന്നോരു അറിവ് തോന്നിയിടിലോ, തന്നെ മറന്നോരറിവ് തോന്നിയിടിലോ, പിന്നെ മറവിയൊരു കാലവും വരാ. താനിന്ന വണ്ണമെന്നുള്ളൊരു ചിന്തനം നൂനമറുതിയതിനുള്ളിലോർത്താലും താനിന്ന വണ്ണമെന്നില്ലാതജ്ഞാനത്തിനൂനമില്ല പരമാത്മാവതാമഹം എന്നിരിക്കെ പിന്നെ എന്തൊരജ്ഞാനാദി വന്നു ബാധിപ്പാനിരിപ്പില്ലയൊന്നുമേ. ഒന്നിരിക്കുന്നതെന്നാൽ അതെല്ലാം അഹമെന്നിരിക്കേയില്ല. സംസാരവിഭ്രമം ഇങ്ങനെ തത്വാർത്ഥമാകയാൽ നിങ്ങളും എന്നോടു വേറെയല്ലെന്നുറച്ചിടുവിൻ. ചിൽപ്പുമാനിത്തരം ചൊന്നോരനന്തരം അപ്പൊഴുതേറ്റമാനന്ദമായി ഗോപിമാർ. അപ്രകാരം പരമാർത്ഥസ്വരൂപനാം ചിൽപുരുഷൻ ഭൂമി ഭാരാപഹാരനാം മാധവൻ ധർമ്മജൻ തന്നോടു പിന്നെയും ബദ്ധമോദം കുശലങ്ങൾ വിചാരിച്ചു. നിർമ്മലൻ ധർമാത്മജൻ മുകുന്ദൻ പദം നന്നായി വണങ്ങി ഹർഷാശ്രുണാ ചൊല്ലിനാൻ. ചെന്താമരാക്ഷനാം നിൻ കരുണാവശാൽ സന്തതം സൗഖ്യമായി വാഴുന്നു ഞങ്ങളും. നിന്തുരുപാദ ഭക്തന്മാർക്കു മാനസേ സന്താപലേശമുണ്ടാമോ ജഗൽപദേ. നിന്തിരുപ്പാദ ഭക്തന്മാർക്കു മാനസേ സന്താപലേശമുണ്ടാമോ ജഗൽപദേ. ഇത്തം പല പല സൽക്കാര വാക്കുകൾ ചിത്തമോദാൽ ചൊല്ലി വാണിതെല്ലാവരും. കൗരവ സ്ത്രീകൾ മുകുന്ദകാന്താജനം പൗരുഷമോദ സൽക്കാരമതും ചെയ്തു. നല്ലൊരു സൽക്കഥാവാക്കുകൾ കേൾപ്പതിനെല്ലാവരോടുമായി പാഞ്ചാലി ചൊല്ലിനാൾ. ഭൂമണ്ഡലത്തിലുള്ളോരു നാരികളിൽ സീമയില്ലാത്ത പുണ്യത്തോടു കൃഷ്ണന്റെ കാന്തമാരായോരു നിങ്ങളെയൊക്കെയും സന്തതാനന്ദനഖില ജഗൽപതി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പാണിഗ്രഹണം കഴിച്ച വൃത്താന്തങ്ങൾ ചൊല്ലുവിനെന്നതു കേട്ടവർ തങ്ങളും ചൊല്ലിനാർ മാധവവേളി വിശേഷങ്ങൾ. അന്നേരമാശു പറഞ്ഞതു ലക്ഷ്മണൻ എന്നെ മുകുന്ദൻ വരിച്ചതു കേട്ടാലും. യജ്ഞഗുണഗണമേറുമെൻ താതനും അജ്ഞാനികളെ വെന്നെന്നെ മുകുന്ദനു നൽകുവാനായി പിതാ തൻ്റെ ഗൃഹത്തിങ്കൽ നാഗവിമോഹനമായൊരു ലക്ഷ്യവും ഉണ്ടാക്കിനാനതു കാൺകയില്ലാരുമേ. കണ്ടുകൂടും ചില നേരം ജലമതിൽ ആരെങ്കിലും ഇതു ഖണ്ഡിച്ച ഭൂപനു പാരാതമൽപുത്രി തന്നെ കൊടുത്തിടും. ഇത്തരം ചൊല്ലി പല നൃപവീരരും അസ്ത്രങ്ങളെയ്തു മടങ്ങി നിൽക്കും വിധൗ വില്ലാളി വീരൻ വിജയനെ തേടിനാൻ. തെല്ലുപോലും മുറിഞ്ഞീല ലക്ഷ്യമതും. അപ്പോൾ മുകുന്ദനൊരു വരബാണവും കെൽപ്പോടയച്ചാശു ലക്ഷ്യവും ഭേദിച്ചു വീഴ്ത്തിനാൻ എന്നുട താതനുമന്നേരം.
ചിത്തമോദാലെന്നെ നൽകി മുകുന്ദനായി മന്നവന്മാരും ചെറുത്താരതു നേരം മന്ദമന്യേ വെന്നു വേഗം മുകുന്ദനും സർവഗുണഗണപൂർണമായി മേവിടും ഗീർവാണലോകതുല്യം ദ്വാരക പൊക്കു. ഇത്തരം മോദേന ലക്ഷ്മണ തന്നെ ഭർത്താവു വേട്ട വൃത്താന്തം പറഞ്ഞിതു. സർവരും മാധവ പത്നിമാർ ഭാഗ്യത്തെ ആവോളമേറ്റം പറഞ്ഞു പുകഴ്ത്തിനാർ. മുന്നമേ ലക്ഷ്മണ തൻ്റെ സ്വയംവര വർണ്ണനമീ വണ്ണമെന്നറിമന്നവ. ഇങ്ങനെ നാരിമാർ തങ്ങളിൽ മോദേന പിന്നെയും ഓരോന്നു ചൊല്ലി വസിച്ചിതു. അപ്പോൾ സകല മുനികൾ മോദത്തൊടും ചിൽപ്പുമാൻ സന്നിധോ വന്നതു കാൺകയാൽ മന്നവന്മാരും മുകുന്ദനും വന്ദിച്ചു വന്ന മുനികളെ പൂജിച്ചിരുത്തിനാർ. മാധവൻ മാമുനിമാരോടു ചൊല്ലിനാർ, ബോധികളാം നിങ്ങളെ കാൺക മൂലമായി മൽകൃത നാനാവിധ ദുരിതങ്ങളും ഒക്കെയും നഷ്ടമായി ജന്മം സഫലമായി ഒട്ടൊഴിയാതെ ജനദുരിതാപഹം ശിഷ്ടമല്ലോ ഭുവി തീർത്ഥങ്ങളായതും. ഇങ്ങനെ മാധവ മാധുര്യവാക്യത്താൽ മംഗലഭക്തരാം മാമുനിവർഗവും സർവാത്മകനാം വരദപദദ്വയം സർവമുനികൾ തൊഴുതു വാഴ്ത്തും വിധൗ ആനന്ദമോടു വസുദേവനന്നേരം വന്ദിച്ചു മാമുനിമാരോടു ചൊല്ലിനാൻ. സർവജ്ഞരായി സദാമേവുന്ന നിങ്ങളോടീ വണ്ണമൊന്നു ചോദിക്കുന്നു ഞാനിഹ. അംഭോജ സംഭവൻ തന്നാൽ ജനിതരായി സംഭവിച്ചുള്ള ചരാചരജാലങ്ങൾ കർമ്മപാശേന ബദ്ധന്മാർ ഭുവിയൊക്കെ കർമ്മനികരവും ജന്മമരണവും പിന്നെ നരകമിവ സമസ്തങ്ങളും നന്നായി നശിപ്പതിനെന്തൊരു കർമ്മത്തെ ഇന്നു ചെയ്യേണ്ടുന്നതെന്നരുൾ ചെയ്കന്നു. നല്ല വിനയനയവാക്യമിത്തരം എല്ലാവരും കേട്ട നേരത്തു മാനിച്ചു. നാരായണ ഭക്തരായി മഹത്തുക്കളാം നാരദാദ്യന്മാരൊരുമിച്ചു ചിന്തിച്ചാർ. സത്യസ്വരൂപനസുരാരി മാധവൻ അത്രൈവ തൽപുത്രനെന്നതോർത്തിത്തരം ദിവ്യനാകും വസുദേവനിച്ചൊന്നതും ഈ വണ്ണമെല്ലാവരും ദിവ്യ സംസർഗം എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കിലോ എല്ലാവർ പോലെ എന്നാസ്ത കുറഞ്ഞു പോം. ദിവ്യനല്ലാത്തവനും ദിവ്യനായോനും കേവലം ദേഹകർമ്മങ്ങളൊന്നാകയാൽ പാപഹരണമാം തീർത്ഥ സമീപത്തു പാപമിവിടെയെന്നോർത്തു പുണ്യത്തിനായി പോകുന്നിതദ്ദിശി വിട്ടു ബഹുദൂരെ കാമലാഭത്തിനായ അജ്ഞാനികൾ പോലെ. ദേവദേവൻ തൻ്റെ പുത്രനെന്നോർത്തിട്ടു ദേവദേവൻ പിതാ ചൊന്നതുമിത്തരം ആശ്ചര്യമാശ്ചര്യമാശ്ചര്യമെന്നോർത്തു ഈശ്വരമായ വിചിത്രമോർത്തിയിടിനാർ. ഇത്തരം ആശ്ചര്യമോടു മുനീന്ദ്രനും ഉത്തമൻ ശൗരിയെ മാനിച്ചു ചൊല്ലിനാർ. സർവഗുണനിധേ യാദവേന്ദ്ര കേൾക്ക, സർവകർമ്മങ്ങൾ ക്ഷണം നശിച്ചിടുവാൻ ഉണ്ടൊരു കർമ്മം ഹരിചരണമതു വേണ്ടുന്ന വണ്ണം മനസ്സിലുറപ്പിച്ചു ചിത്തത്തിലന്യഫലമൊന്നുമോരാതെ നിത്യസ്വരൂപനാം പാപഹാരീ പദം തന്നുള്ളിൽ അച്യുത പ്രീത്യർത്ഥമോർക്കടോ. പിന്നെ സമസ്ത കർമ്മങ്ങൾ ഭവാങ്കൽ തന്നീ സമർപ്പണം ചെയ്തിടുക. പിന്നെ സമസ്തവാക്യം ഹരിസദ്ഗുണം എന്നുറച്ചുച്ചരിച്ചിടുകയെങ്കിലോ പിന്നെ ജന്മമൃതി കർമ്മനരകങ്ങൾ ഒക്കെയും നഷ്ടമായി വന്നുകൂടും ദൃഢം. ഓർക്ക മനുജൻ ഭുവി ജനിച്ചിടിലോ മൂന്ദ്രണത്തോടു കൂടി വരുമേവരും എന്നതിൽ ബ്രഹ്മചര്യത്താൽ ഋഷികടം പിന്നെ പിതൃകടം പുത്രനാലും തഥാ ദീർഘയജ്ഞത്താലെ ദേവകൾ തൻ കടം മിക്കതുമെല്ലാം ഒടുങ്ങി വരുമതിൽ സർവഭാഗ്യാംബുധേ നിൻ പുത്രനല്ലയോ സർവലോകേശൻ ജഗന്മയനീശ്വരൻ. ഇന്നു നീ ചിന്തിക്കലെന്ത സാധ്യമിഹ നിന്നുള്ളിലോർക്ക ബ്രഹ്മം സർവകാരണം
പാർത്താൽ പരബ്രഹ്മമൂർത്തി നിന്നന്ദനൻ, ഓർത്താൽ നിനക്കിനി എന്തൊന്നു വേണ്ടതും. പാർത്താൽ പരബ്രഹ്മമൂർത്തി നിന്നന്ദനൻ, ഓർത്താൽ നിനക്കിനി എന്തൊന്നു വേണ്ടതും. സർവൈക കാരണനായ നിൻ പുത്രനിൽ സർവദാ നിൻ ദേഹവാക്കർമ്മ തർപ്പണം. സർവമുനീന്ദ്രരുമിത്തമരുൾ ചെയ്ത ദീവണ്ണമത്ര കേട്ടോരു വസുദേവർ. അപ്പോൾ അവരെ വരിച്ചു യജ്ഞാർത്ഥമായി. ക്ഷിപ്രമവർ തത്ര യാഗവും ചെയ്യിച്ചു. സർവപതി മുകുന്ദം ഹൃദി ചിന്തിച്ചാൻ നിർവൈരമാനസൻ ശൗരിയുമന്നേരം. ദേവകി രോഹിണി എന്നിവരാദിയാം ദേവിമാരും മുതിർന്നേറ്റം തെളിഞ്ഞിതു. അഷ്ടഭാര്യാജനത്തോടുമൊരുമിച്ചു പുഷ്ടമോദം യജ്ഞദീക്ഷയും ചെയ്തിതു. ചെന്താമരാക്ഷനും യജ്ഞപദാർത്ഥങ്ങൾ അന്തമില്ലാതെ വണ്ണം കൂട്ടിമോദമായി. നാനാജനങ്ങളും മാനുഷ സ്ത്രീകളും നാനാവിഭൂഷണ കോലാഹലത്തൊടും സർവസാരരസഭോജനം മൃഷ്ടമായി സർവരുമാനന്ദമോടു കഴിച്ചിതു. ദേവകൾ തൃപ്തരായി വാദ്യഘോഷത്തൊടും ആവോളവും പുഷ്പവർഷമതും ചെയ്തു. അന്നവിടെയുള്ള വിസ്മയമങ്ങനെ ഇന്നു പറയുന്നതാവതല്ലെന്നതേ ചൊല്ലാവൂ. യജ്ഞം ശ്രവിക്കുന്നതോർക്കിലോ മല്ലവിലോചനനെന്ത സാധ്യം നൃപ. സർവമുനികളുമിത്തരം യജ്ഞവും മൂലകിലിതിനൊത്തതില്ലെന്നതു ചൊല്ലിപ്പുകഴ്ത്തി സകല ജനങ്ങളും അല്ലലന്യേ അങ്ങവഭൃതസ്നാനവും ചെയ്തു വിശുദ്ധനായി. പിന്നെ വസുദേവർ പെയ്ത മോദേന ദാനത്തിനു കോപ്പിട്ടു. ഗോക്കൾ വസനധനങ്ങൾ മണിരഥം ആക്കമേറും ഗജമിത്യാദി ദാനങ്ങൾ പാരാതെ ചെയ്തു. വസുദേവർ പിന്നെയും പാരമാനന്ദേന കൈക്കൊണ്ടവരെല്ലാം മോദഭരേണ ഭരിച്ചുകൊണ്ടാശ്ചര്യം മോദമുൾക്കൊണ്ടു വാഴ്ത്തിപ്പോയി സമസ്തരും. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.